4:45 അലാം വെച്ചിട്ട് അത് സ്നൂസ് ചെയ്ത് 5:45 ആയപ്പോഴാണ് കേട്ടോ ഞാൻ എഴുന്നേറ്റ് വന്നത്. പിന്നെയും കിടന്ന പണി കിട്ടുമെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ ശടപടേന്ന് ചാടി എണീക്കുകയാണ് ചെയ്തത്. പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ട് ഞാൻ പോവാൻ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് മേക്കപ്പിനൊന്നും വലിയ സമയമൊന്നും കിട്ടാറില്ല. പക്ഷെ എല്ലാം സ്കിപ്പ് ചെയ്താലും ഞാൻ ലിപ്സ്റ്റിക്ക് മാത്രം സ്കിപ്പ് ചെയ്യാറില്ല കേട്ടോ. ലിപ്സ്റ്റിക്കും പിന്നെ എന്താണ് കരിയും സ്കിപ്പ് ചെയ്യാറില്ല. പിന്നെ നമ്മൾ ഫുഡൊക്കെ പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാറില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം ഒരുമിച്ച് ഞാൻ ബ്രഞ്ചായിട്ടാണ് ലാബിൽ പോയിരുന്ന് കഴിക്കുന്നത്. എത്ര സമയമില്ലെങ്കിലും ഞാൻ ഈ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കാതെ പോവാറില്ല കേട്ടോ. ഒരു ഗ്ലാസ് കംപ്ലീറ്റ് കുടിച്ചില്ലെങ്കിലും വേണ്ടില്ല, പകുതിയെങ്കിലും കുടിച്ചിട്ടേ പോവാറുള്ളൂ. അങ്ങനെ ഈവനിങ് ആയി എന്നെയും ഏതൂരെയും വിളിക്കാനായിട്ട് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. 2-3 ദിവസം മുമ്പ് ഏട്ടൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കടപ്പുറത്ത് വള്ളത്തിൽ ഷാർക്കിനെ കിട്ടിയെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് ഷാർക്കിനെ കിട്ടിയാലോ എന്ന് വിചാരിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞ് പോയി നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഷാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. സിഗാൻ ഷാർക്ക് കാർട്ടൂൺ കാണാൻ തുടങ്ങിയതിന് ശേഷം യദുവിന് ഷാർക്കിനെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ യദു ആദ്യമായിട്ട് ഷാർക്കിനെ കാണുകയും ചെയ്തു, തൊടുകയും ചെയ്തു. പിന്നെ വേറെയും കുറേ മീനൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് കുറച്ച് മീൻ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് വിഴിഞ്ഞത്ത് പുതിയ സ്കാൻഡിയുടെ ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ പോയിട്ട് നമ്മൾ കുറച്ച് സ്കാൻഡീസൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വന്നു.